അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിർബന്ധമായിട്ടും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവാണ്. അതായത് തെറ്റില്ലാതെ എങ്ങനെയാണ് ജനാബത്ത് കുളിക്കുക, കുളിക്കേണ്ട രൂപം എങ്ങനെയാണ്, ശരിയായ നിയ്യത്ത് എങ്ങനെയാണ്, മാത്രമല്ല വലിയ അശുദ്ധിയായാൽ അതുപോലെ ചെറിയ അശുദ്ധിയായാൽ അത് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വരുന്ന വലിയ ദോഷങ്ങൾ എന്തെല്ലാം, ഇതൊക്കെയും വളരെ ചുരുക്കി വിശദമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ശുദ്ധി എന്നുള്ളത് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അത് ഈമാനിൻ്റെ പകുതിയാണ് എന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച നിസ്കാരമടക്കമുള്ള എല്ലാ ഇബാദത്തുകൾക്കും മൂന്നാലൊരു ശുദ്ധി നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ അത് സഹിയാകുകയുള്ളൂ. മാത്രമല്ല, ശുദ്ധിയില്ലാതെ ചില ഇബാദത്തുകൾ നമ്മൾ എടുത്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലമല്ല നൽകുക, വലിയ ശിക്ഷയാണ് അതുകൊണ്ട് നമുക്ക് നൽകുക. അതുകൊണ്ട് തന്നെ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇസ്ലാം പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ശുദ്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ഇബാദത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ശിക്ഷയായിരിക്കും നമുക്ക് നൽകുക. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ 3 ശുദ്ധിയെക്കുറിച്ച് പഠിക്കണം. നമുക്കറിയാം ചെറിയ അശുദ്ധി അതുപോലെ വലിയ അശുദ്ധി. ഈ 2 അശുദ്ധിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മൂന്നാമത്തെ ശുദ്ധി ഏതാണ്, അശുദ്ധി ഏതാണ്, അതും ഞാൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ശുദ്ധി എന്നുള്ളത് 3 വിധമാണ്. അതായത് ഒന്ന് ശാരീരിക ശുദ്ധി, അതായത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ശുദ്ധി. രണ്ടാമത് സാമ്പത്തിക ശുദ്ധി. സാമ്പത്തിക ശുദ്ധി എന്ന് പറഞ്ഞാൽ സകാത്ത് കൊടുത്തിട്ടും സ്വതക്ക കൊടുത്തിട്ടും മറ്റുള്ളവരെ സഹായിച്ചിട്ടുമൊക്കെ സാമ്പത്തികമായിട്ട് നമ്മൾ ശുദ്ധിയാകുക. ഇതാണ് സാമ്പത്തിക ശുദ്ധി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ശുദ്ധിയാണ് മാനസിക ശുദ്ധി. അതായത് നമ്മുടെ കൽബ് നന്നാക്കുക. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ജനാബത്ത് കുളിയെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ്. അതായത് ശാരീരിക ശുദ്ധി, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മദ്രസയിൽ ഫിഖ്ഹിൽ വ്യക്തമായി പഠിച്ചതാണ്. എന്നാൽ അറിയാത്തവർക്ക് ഞാൻ വിശദമായി പറഞ്ഞു തരികയാണ്. ഈ രീതിയിൽ വേണം നിങ്ങൾ ജീവിതത്തിൽ ജനാബത്ത് കുളിക്കാൻ, അതുപോലെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനിയല്ലാത്തത് പുറപ്പെടുക, അതുപോലെ ഉറക്കം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെ ബുദ്ധിസ്ഥിരത നീങ്ങുക, മാത്രമല്ല മനുഷ്യൻ്റെ കയ്യിൻ്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനത്തിൻ്റെ ഭാഗത്ത് തൊടുക, അതുപോലെ തന്നെ മുതിർന്നവരും അന്യവരുമായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള തൊലി തമ്മിൽ ചേരുക. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വുളൂ മുറിഞ്ഞു പോകും, ചെറിയ അശുദ്ധിക്കാരനാകും അത് കാരണം. അതുകൊണ്ട് തന്നെ അവൻ ചെറിയ അശുദ്ധിക്കാരനായതുകൊണ്ട് അവന് പിന്നീട് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യേണ്ടത് വുളൂ ചെയ്യുകയാണ്. വുളൂ എന്ന ആ പ്രക്രിയ ചെയ്യുന്നതിലൂടെ അവൻ ശുദ്ധിയുള്ളവനായിത്തീരും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ മനുഷ്യർ വലിയ അശുദ്ധിക്കാരനാവും. എങ്ങനെയാണ് വലിയ അശുദ്ധിക്കാരനാകുന്നത്? ഇന്ദ്രിയം പുറപ്പെടുക, അതായത് മനിയ് പുറപ്പെട്ടാൽ വലിയ അശുദ്ധിക്കാരനാകും. അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംയോഗം നടക്കുക, അവർ തമ്മിൽ ശാരീരിക ബന്ധം നടന്നു കഴിഞ്ഞാൽ അവർ വലിയ അശുദ്ധിക്കാരാകും. അതുപോലെ ഹൈള് രക്തം നിൽക്കുക, നിഫാസ് രക്തം നിൽക്കുക, അല്ലെങ്കിൽ പ്രസവിക്കുക, ഷഹീദല്ലാത്ത മരണം കൊണ്ടും വലിയ അശുദ്ധിക്കാരനാകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ വലിയ അശുദ്ധിക്കാരനാകുന്നത്, ജനാപത്തുകാരനാകുന്നത്, ജനാപത്തിൻ്റെ കുളി നിർബന്ധിതരാകുന്നത്.
അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ അശുദ്ധിയുള്ള ആളായാൽ ഈ കുളി നിർബന്ധമാണ്. ഈ കുളിക്കാതെ ഒരിക്കലും നമ്മൾ ഇബാദത്തിലേക്കോ മറ്റ് സൽക്കർമ്മങ്ങളിലേക്കോ ഒന്നും തന്നെ തിരിയാൻ പാടില്ല. നമുക്കറിയാം, വുളൂ ഇല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഇബാദത്തുകൾ ചിലതൊക്കെ എടുക്കുന്നതും ഹറാമാണ്. എന്നാൽ അതിനേക്കാൾ ഹറാമാകും നമുക്ക് കുളി നിർബന്ധമായിക്കൊണ്ട് കുളിക്കാതെ ഇബാദത്ത് എടുക്കുന്നതും മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതും. അതായത് വുളൂ ഇല്ലെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല. അതുപോലെ പരിശുദ്ധ ഖുർആൻ തൊടാനും അത് ചുമക്കാനും പാടില്ല. മാത്രമല്ല സുജൂദ് ചെയ്യാൻ പറ്റില്ല, തവാഫ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് വുളൂ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ വുളൂ ഇല്ലെങ്കിൽ ഇതൊക്കെയും ഹറാമാകുമെങ്കിലും വുളൂ ഇല്ലാത്തവർക്ക് കാണാതെ പരിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റും. അതുപോലെ പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റും. അതുപോലെ പള്ളിയിലൂടെ നടക്കാൻ പറ്റും. ഇതൊക്കെയും വുളൂ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ കുളി നിർബന്ധമായ ഒരാൾക്ക്, വലിയ അശുദ്ധിയായ ഒരാൾക്ക്, ജനാബത്തായ ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഹറാമാണ്. പ്രത്യേകിച്ചിട്ടും അവർക്ക് പരിശുദ്ധ ഖുർആൻ കാണാതെ ഓതാൻ പറ്റില്ല, നോക്കി ഓതാൻ പറ്റില്ല. അതുപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുക, പള്ളിയിൽ നടക്കുക, പള്ളിയിൽ കിടക്കുക, ഇതൊക്കെയും ഈ വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ഹറാമാണ്. എന്നാൽ നമുക്ക് നിർബന്ധിത സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ല. പള്ളിയിലൂടെ മാത്രമേ നമുക്ക് മറ്റെന്തെങ്കിലും സ്ഥലത്തേക്ക്, മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ, കടന്നു പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് പള്ളിയുടെ അരികിൽ കൂടി നമുക്ക് നടന്നു പോകാം, അതിന് കുഴപ്പമില്ല. അല്ലാതെ പള്ളിയിലേക്ക് പ്രവേശിക്കാനോ അവിടെ കിടക്കാനോ തമ്പടിക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അതൊക്കെയും ഹറാമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇനി നമുക്ക് വലിയ അശുദ്ധിയായി. എങ്ങനെയാണ് വലിയ അശുദ്ധിയിൽ നിന്നും നമ്മൾ ശുദ്ധിയാകുക? എങ്ങനെയാണ് നമ്മൾ കുളിക്കുക? സാധാരണ നമ്മൾ ബാത്റൂമിൽ പോയി, കുളിപ്പുരയിൽ പോയി നമ്മൾ സോപ്പൊക്കെ തേച്ച് കുളിക്കുന്നത് പോലെ കുളിച്ച് പോന്നാൽ പോരാ. അതിനൊരു രീതിയുണ്ട്. പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വലിയ അശുദ്ധിയായാൽ നമ്മൾ കുളിക്കുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട, പറയേണ്ട ഒന്നാണ് നിയ്യത്ത്. വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, വലിയ അശുദ്ധിയിൽ നിന്നും ഞാൻ ശുദ്ധിയാകുന്നു, അല്ലെങ്കിൽ കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ 3 രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ കുളിക്കാൻ. കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ കുളിച്ചാൽ മതി. എങ്കിൽ മാത്രമേ ആ കുളി സഹിയാകുകയുള്ളൂ. അപ്പോൾ ജനാബത്തിൻ്റെ കുളി കുളിക്കുമ്പോൾ, വലിയ അശുദ്ധിയായ കുളിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിയ്യത്ത് വെച്ച് കുളിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് വലിയ ശിക്ഷയായിരിക്കും നൽകുക. ഹറാമാണ് നമ്മൾ അശുദ്ധിയായിക്കൊണ്ട് നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതുന്നതുമൊക്കെ ഹറാമായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്കൊന്നും ഇത് അറിയില്ല. അങ്ങനെ അറിയാതെ എത്രയോ ആളുകളുണ്ട് വലിയ അശുദ്ധിയായിട്ട് കുളിക്കുമ്പോൾ നിയ്യത്ത് വെക്കാതെ കുളിക്കുന്നവർ. അങ്ങനെ കുളിച്ചുകൊണ്ട് നിസ്കരിച്ച ആളുകളുണ്ട്, നോമ്പ് നോറ്റവരുണ്ട്, അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവരുണ്ട്, പള്ളിയിൽ പ്രവേശിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അത് പുറത്തു കൊടുക്കട്ടെ. പുറത്തു കൊടുക്കും. കാരണം അത് അവർ അറിയാതെ ചെയ്തതാണ്. എന്നാൽ ഇനി മുതൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിയ്യത്ത് വെക്കാതെ കുളിക്കരുത്. നിയ്യത്ത് വെച്ച് കുളിച്ചാൽ മാത്രമേ നിങ്ങളുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുള്ളൂ. നിങ്ങൾ കുളിക്കുന്ന ആ കുളി സഹിയാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരിക്കൽ എന്നോട് ചോദിച്ചു, കുളിക്കൊക്കെ നിയ്യത്തുണ്ടോ എന്ന്. അവനോട് ഞാൻ പറഞ്ഞു, കുളിക്കൊക്കെ നിയ്യത്തുണ്ട്. വലിയ അശുദ്ധിയായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് വേണം കുളിക്കാൻ. എങ്കിൽ മാത്രമേ ആ കുളി സഹിയാവുകയുള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഇതുവരെയായിട്ടും നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിച്ചിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അവന് ഏകദേശം ഒരു 40 വയസ്സുണ്ട്. അവൻ വിവാഹം കഴിച്ചവനാണ്. അവൻ ജനാബത്തുകാരനായിട്ടുണ്ടാകും.
അവൻ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. 5-6 കുട്ടികളുണ്ട് അവനിക്ക്. എന്തായാലും അവൻ ജനാപത്തുകാരനായിട്ടുണ്ടാകും, വലിയ അശുദ്ധിക്കാരനായിട്ടുണ്ടാകും. എന്നാൽ ഈ രീതിയിൽ നിയത്ത് വെക്കാതെ അവൻ കുളിച്ചുകൊണ്ട് അവൻ എത്ര നിസ്കരിച്ചിട്ടുണ്ടാകും, അവൻ എത്ര പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാകും, പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അവൻ ചെയ്തപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഈ മുതൽ നീ നിയത്ത് വെക്കാതെ ഒരിക്കലും കുളിക്കരുത്, എങ്കിൽ മാത്രമേ നിൻ്റെ കുളി സഹിയാവുകയുള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമോ എന്നൊക്കെ വളരെ വിഷമത്തോടു കൂടി എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, നീ അള്ളാഹുവിനോട് തൗബ ചെയ്യൂ, അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. നീ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അത് പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിൽ നിയത്ത് വെക്കാതെ ജനാബത്തായി വലിയ അശുദ്ധിയായി കുളിച്ചവർക്ക് അവർ ചെയ്ത എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ, പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുളി സഹിയാകാൻ വേണ്ടിയിട്ട് 2 ഫർളുകളാണുള്ളത്. അതായത് അതിൽ ഒന്നാമത്തേതാണ് നിയ്യത്ത്. കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ജനാബത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുളിക്കുന്നു, അല്ലെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുളിക്കുക. അതുപോലെ രണ്ടാമത്തെ ഫർളാണ് ശരീരം ആകമാനം വെള്ളം ഒലിപ്പിക്കുക. അതായത് നമ്മുടെ തലയുടെ മുകളിൽ, മുടിയുടെ മുകളിൽ വെള്ളം ഒഴിച്ച് നമ്മുടെ കാൽപാദം വരെ വെള്ളം ഒലിപ്പിക്കണം. ആ രീതിയിൽ ശരീരം ആകെ വെള്ളം ഒലിപ്പിച്ച് കുളിക്കുക. ഇതാണ് രണ്ടാമത്തെ കുളിയുടെ ഫർള്. ഈ 2 നിബന്ധനകളും പാലിച്ചു കൊണ്ടിട്ട് വേണം നിങ്ങൾ കുളിക്കാൻ. പ്രത്യേകിച്ച് വലിയ അശുദ്ധിയായ ആളുകളൊക്കെ ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഈ കാര്യം ശ്രദ്ധിച്ച് വേണം, പാലിച്ചുകൊണ്ട് വേണം കുളിക്കാൻ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാബത്ത് കുളിച്ചിരുന്നത് അവിടുത്തെ പത്നിയായ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശദമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാബത്താകുന്ന സമയത്ത് കുളിക്കുമ്പോൾ ആദ്യം തന്നെ 2 കൈകളും വൃത്തിയായി കഴുകുമായിരുന്നു. അപ്പോൾ ജനാബത്ത് കുളിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ 2 കൈയും വൃത്തിയായി കഴുകുക. എന്നതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യുമായിരുന്നു. വുളൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് നമ്മൾ എങ്ങനെയാണോ സാധാരണയായിട്ട് വുളൂ ചെയ്യുന്നത്, അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യുമായിരുന്നു. അപ്പോൾ ജനാബത്ത് കുളിക്കുമ്പോൾ നിങ്ങൾ ആദ്യം 2 കൈകളും കഴുകുക. എന്നതിന് ശേഷം നിങ്ങൾ വുളൂ ചെയ്യുക. എന്നതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കൈയിൻ്റെയും വിരലുകൾ വെള്ളത്തിലേക്ക് ഇറക്കി ആ വിരലുകൾ കൊണ്ട് തല നല്ലതുപോലെ മസാജ് ചെയ്യുമായിരുന്നു. മുടിയുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തല വെള്ളം കൊണ്ട് മസാജ് ചെയ്യുമായിരുന്നു. എന്നതിൻ്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കൈ കൊണ്ടും വെള്ളം കോരിയെടുത്ത് തലയിൽ ഒഴിക്കുമായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം വെള്ളം തലയിൽ ഒഴിക്കുമായിരുന്നു. മാത്രമല്ല ശരീരം ആകെ നനയുന്ന രീതിയിൽ കാലിൻ്റെ പാദം വരെ വെള്ളം എത്തുന്ന രീതിയിൽ ശരീരമാകെ വെള്ളം ഒലിപ്പിക്കുമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കുളിച്ചതുപോലെ ജനാബത്ത് ആകുന്ന സമയത്ത്, വലിയ അശുദ്ധി ആകുന്ന സമയത്ത് നിങ്ങളും കുളിക്കുക. അതായത് ആദ്യം 2 കൈയും വൃത്തിയായി കഴുകുക. പിന്നീട് നിസ്കാരത്തിന് വുളൂ ചെയ്യുന്നത് പോലെ വുളൂ ചെയ്യുക. എന്നിട്ട് 2 കൈയുടെയും വിരൽ വെള്ളത്തിലേക്ക് ഇറക്കി ആ വിരൽ കൊണ്ട് നിങ്ങളുടെ തല നല്ലതുപോലെ മസാജ് ചെയ്യുക. പിന്നീട് നിങ്ങൾ തലയിലേക്ക് 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുക. പിന്നീട് കാലിൻ്റെ പാദം വരെ ശരീരം മുഴുവനായിട്ടും നനയുന്ന രീതിയിൽ ശരീരമാകെ വെള്ളം ഒലിപ്പിച്ച് കുളിക്കുക.
എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടി കുളിച്ചതിൻ്റെ കൂലിയും കിട്ടും. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മൾ നിർവഹിച്ചതിന് വേണ്ടിയിട്ടുള്ള കൂലിയും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മുത്തുനബി എങ്ങനെയാണോ ജനാബത്ത് കുളിച്ചത്, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടി കുളിച്ചത്, അതുപോലെ കുളിക്കുക. എന്നാൽ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത്, ആരെയാണോ പിൻപറ്റുന്നത്, അവരുടെ കൂടെയായിരിക്കും നമ്മൾ നാളെ ഉണ്ടാകുക. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളൊക്കെ നിർവഹിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മഹ്ശറയിലും അതുപോലെ സ്വർഗത്തിലൊക്കെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അവരുടെ കൂടെയായിരിക്കും നാളെ നമ്മൾ ഉണ്ടാകുക, പരലോകത്ത് നമ്മുടെ ജീവിതം ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് എടുക്കാനും ചര്യ പിൻപറ്റാനും അതുപോലെ ജീവിക്കാനും മുത്തുനബിയെ സ്നേഹിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും മനുഷ്യരാണ്. നമുക്കൊക്കെ ജനാബത്തുണ്ടാകും. ജനാബത്തില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. മാത്രമല്ല നാം എല്ലാവരും നമ്മളിൽ പലരും വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വലിയ അശുദ്ധി, ജനാബത്ത് നിർബന്ധമായിട്ടും ഉണ്ടാകാൻ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഈ രീതിയിൽ കുളിക്കുക. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും മാത്രമല്ല മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ ബാത്തിലാകും. അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല നമ്മൾ നല്ലത് ചെയ്തുകൊണ്ട് അതിന് ശിക്ഷ വാങ്ങിക്കേണ്ട അവസ്ഥ വരും, ഹറാമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ജനാബത്ത് കുളിക്കുക, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് കുളിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ വിജയം നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയം നൽകട്ടെ. സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.